ചില്ലറ ആഴമൊന്നുമല്ല, 20 അടി താഴ്ചയുണ്ട്. പോരാത്തതിന് പാറയും. കിണറ്റിൽ വെള്ളം കുറയുന്ന കാലത്ത് അത് തേകി വൃത്തിയാക്കണം. സാധാരണഗതിയിൽ 2000 രൂപ വരെ ചെലവ് വരും. പ്രഥമ അധ്യാപിക രാജി ടീച്ചർ ആളെ അന്വേഷിക്കണമെന്ന് പാചകത്തൊഴിലാളി സിന്ധുവിനോട് പറഞ്ഞു. താൻ തന്നെ കിണറ്റിലിറങ്ങാമെന്നായി അപ്പോൾ സിന്ധു. വേണ്ടെന്ന് പറഞ്ഞു, ആവർത്തിച്ചു. പക്ഷേ സിന്ധു രണ്ടും കൽപ്പിച്ചായിരുന്നു. സ്കൂളിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നിയില്ല. സിന്ധുവിന്റെ ഉത്സാഹത്തിന് പ്രഥമ അധ്യാപിക KB രാജിയും മദർ PTA പ്രസിഡന്റ് M സരിതയും ഒടുവിൽ കൈകൊടുത്തു. സിന്ധു കിണറ്റിലെ ചെളിയും മറ്റും കൂടയിൽ കോരി വെച്ചു. രാജിയും സരിതയും ചേർന്ന് കയർ വലിച്ചു. ചുരുക്കത്തിൽ സ്ത്രീകൾ മൂവരും ചേർന്ന് ആഞ്ഞ പണിയാണെടുത്തത്. കിണറ്റിലിറങ്ങിയ സിന്ധു കരയ്ക്ക് കയറിയത് 2.5 മണിക്കൂറിന് ശേഷമാണ്. ഇതിപ്പോൾ ഞാൻ കിണറടയ്ക്കാൻ പുറത്തുനിന്ന് ആളെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ സിന്ധു പറഞ്ഞു, ഈ പ്രാവശ്യം എന്തായാലും ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയമായിരുന്നു. കാരണം സ്ത്രീകൾ അങ്ങനെ കിണറ്റിലിറങ്ങുന്നത് വളരെ ചുരുക്കമല്ലേ. ടീച്ചറൊന്നും പേടിക്കണ്ട, ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. തോട്ടമണ്ണിൽ വാടകയ്ക്ക് താമസിക്കുന്ന സിന്ധു 3 വർഷം മുൻപാണ് സ്കൂളിൽ പാചകത്തിനെത്തുന്നത്. സ്കൂൾ ബസ്സിലെ സഹായിയായും സ്കൂൾ പരിസരം വൃത്തിയാക്കുന്ന ജീവനക്കാരിയുമായെല്ലാം സിന്ധു നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കിണർ വൃത്തിയാക്കിയതിന് അധ്യാപിക പണം കൊടുക്കാൻ തയ്യാറായെങ്കിലും സ്നേഹപൂർവ്വം സിന്ധു നിരസിക്കുകയാണ് ഉണ്ടായത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അഭിലാലുണ്ട് നമുക്കിപ്പം. അഭിലാൽ, നല്ല കാര്യമാണ് ആ സ്കൂളിനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ചെയ്തത്. പക്ഷെ നമുക്കറിയാലോ, കിണറിൽ ഇറങ്ങുന്നതൊക്കെ വളരെ കുറച്ച് അപകടം പിടിച്ച കാര്യം കൂടിയാണ്. അതിൻ്റെ ആഴം, വ്യാസം, അതൊക്കെ അപകട സാധ്യതകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മുൻകരുതലൊക്കെ എടുക്കണം. എന്തായാലും ചേച്ചി ചെയ്തത് നല്ല കാര്യം തന്നെ. എങ്ങനെയാണ് സ്കൂളിനോടുള്ള അവരുടെ സ്നേഹം, അവരോട് ടീച്ചർ അധ്യാപകർക്കും കുട്ടികൾക്കുമുള്ള സ്നേഹവും? വേനൽക്കാലത്താണ് പൊതുവെ കിണറുകളൊക്കെ കോരി വറ്റിച്ച് വൃത്തിയാക്കുന്നത്. അതിനൊരു 1500 മുതൽ 2500 രൂപ വരെയൊക്കെ ചിലവ് വരുന്ന പ്രവർത്തനങ്ങളാണ്. ഇപ്പോഴാണെങ്കിൽ അതിന് പ്രത്യേക സംഘങ്ങളുണ്ട്. മോട്ടോറുമായി വന്ന് 1-2 മണിക്കൂറുകൾ കൊണ്ട് കാര്യങ്ങളൊക്കെ വൃത്തിയായി പോകും. അങ്ങനെ ഒരാളെയാണ് സത്യത്തിൽ പ്രഥമ അധ്യാപികയായ രാജി ടീച്ചർ അന്വേഷിച്ച് നടന്നത്. ഈ വിവരം പങ്കുവെച്ച് അത് കേട്ടറിഞ്ഞപ്പോൾ സിന്ധു സ്വയം തയ്യാറാവുകയായിരുന്നു. എന്നാൽ ഒരു കൈ നോക്കിക്കളയാം എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അവർ പങ്കുവച്ചത്. പക്ഷേ ആദ്യഘട്ടത്തിൽ രാജി ടീച്ചർ അത് സമ്മതിച്ചില്ല. കാരണം സ്ത്രീ ആയിരിക്കുന്ന ഒരാളാണ്, മുൻപരിചയം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരാളെ എങ്ങനെ കിണറ്റിലിറക്കും, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താവും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ ആശങ്ക ടീച്ചർക്കുണ്ടായിരുന്നു എന്ന് ടീച്ചർ സൂചിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കിണർ വൃത്തിയാക്കുന്ന പരിപാടിക്ക് എന്നുള്ളത് ആ പങ്കാളിത്തം കൊണ്ട് തന്നെ വ്യക്തമാണ്. കാരണം പ്രഥമ അധ്യാപിക സിന്ധു, പിന്നീട് PTA പ്രസിഡൻ്റായിട്ടുള്ള സരിത, ഈ PTA പ്രസിഡന്റിനെ ഒരു അത്യാവശ്യ ഘട്ടം എന്ന നിലയിൽ പെട്ടെന്ന് വിളിച്ചു വരുത്തിയതാണ്. ചുരുക്കത്തിൽ നട്ടുച്ച വെയിലത്ത് ഇവർ 3 പേരും കൂടി കിണർ തേകി ഉറച്ച് വൃത്തിയാക്കി എന്നുള്ളതാണ്. കിണറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി തൊട്ടടുത്ത സ്കൂളിൽ നിന്നുള്ള ഒരു ഗോവേണി കൂടി കൊണ്ടുവന്ന് അങ്ങനെ അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചു. കപ്പിയിൽ ബന്ധിപ്പിച്ച കയറിൽ പിടിച്ച് ആദ്യത്തെ 1-2 പടികൾ സിന്ധു ഇറങ്ങി. ശേഷം ഗോവേണിയിലൂടെ താഴെ ഇറങ്ങി കിണറ്റിലെ വെള്ളം ആദ്യം കോരി വറ്റിക്കുന്നു. ശേഷം ചെളിയൊക്കെ തന്നെ നീക്കുന്നു. പുറത്തു നിന്ന രാജി ടീച്ചറും PTA പ്രസിഡൻ്റായിട്ടുള്ള സരിതയും അത് കപ്പിയിലൂടെ വലിച്ച് വെളിയിലേക്ക് ഇട്ടു. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഒരു 2-2.5 മണിക്കൂർ സമയം എടുത്തെങ്കിൽ പോലും കാര്യങ്ങൾ വളരെ ഭംഗിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പ്രദേശത്തെ ഒരു കിണർ, അവർ വീട്ടുമുറ്റത്തെ കിണർ തന്നെ വൃത്തിയാക്കിയെന്നുള്ളതാണ് സിന്ധുവിന് ഈ മേഖലയിലുള്ള മുൻപരിചയം. അപ്പോൾ എന്തായാലും ഈ വാർത്ത വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ സിന്ധുവിനെ തേടി ഇനി വിളികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു തുടർ ജോലി എന്നുള്ള തരത്തിൽ ഇത് ഏറ്റെടുക്കാൻ അവർക്ക് താല്പര്യമില്ല. എന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയാണ്. ശരി, എന്തായാലും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സുരക്ഷാ മുൻകരുതലൊക്കെ അല്ലേ എല്ലാം കൂടെ സ്വീകരിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ.